Hello guys, welcome back to Achu's Talkies. കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ടുഡേയ്സ് വീഡിയോ ഇസ് എ വെരി സ്പെഷ്യൽ വീഡിയോ. മോൻ്റെ നെയിമിങ് സെറമണിയും ക്രാഡിൽ സെറമണിയും അതുപോലെ തന്നെ നൂലിട്ട് ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഫംഗ്ഷൻ ഉണ്ടായത് 9th August 2024 പക്ഷേ വീഡിയോ ഇടാൻ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. പിന്നെ മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഫോട്ടോ എടുക്കുക, ഡ്രസ്സ് ചെയ്യുക, ജ്വല്ലറീസ് ഇടുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ മോൻ്റെ അച്ഛൻ്റെ ഫാമിലി അമ്മേൻ്റെ ഫാമിലിയും ഒരു ഓഫ് വൈറ്റ് കസവ് യെല്ലോയിഷ് തീം അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ ചെറിയ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലിൻ്റെ സൈഡിൽ ഞാൻ അതിഗംഭീരമായിട്ട് നമ്മളെ ചെണ്ടുമല്ലി ഒന്നുമില്ല, ആ ചെണ്ടുമല്ലി മേടിച്ച് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ നൂലുകെട്ട് ഫംഗ്ഷനാണ്. അപ്പം കുഞ്ഞുമാവേൻ്റെ അച്ഛൻ ഇതാ നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും മോന് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാൽ കൊടുക്കുന്ന നാരകത്തിൻ്റെ ഇലയിലാണ് പാൽ കൊടുത്തത്. അങ്ങനെ അധികം നമ്മൾ പാൽ കൊടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇവരിങ്ങനെ കുറേ പാലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുറച്ച് വൈകുന്നേരം കുഞ്ഞിക്ക് വയറുവേദനയും അങ്ങനെയൊക്കെ വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ജസ്റ്റ് ഷോ ഓഫ് ചെയ്യാൻ മാത്രമാണ് നമ്മളിങ്ങനെ പാലിങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എൻ്റെ ദൈവമേ എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫംഗ്ഷന് നമ്മൾ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കിയത് സദ്യയാണ് കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചായക്ക് വടയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് ഇന്ന് സദ്യയാണ്. നല്ല പായസം അടക്കം നല്ല അടപ്രഥമനടക്കം അടങ്ങിയിട്ടുള്ള സദ്യയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ വേറെ 2 പായസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോൻ സാധാരണ ഈ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലും അതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇനി കരഞ്ഞെങ്ങാനും കുഴപ്പാക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്ത് എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത്. അപ്പം ഫംഗ്ഷനും ഇടയ്ക്ക് ചിലപ്പോൾ പകുതി വെച്ച് നിർത്തേണ്ടി അങ്ങനെയൊക്കെ വരുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെയൊന്നും കരഞ്ഞില്ല, എന്നാലും കരഞ്ഞു, എന്നാലും അധികം കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ മോന് പേര് വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര മെല്ലെയാണ് പേര് വിളിച്ചത്, ആരും കേൾക്കാത്ത വിധത്തിൽ. കാരണം ഞാൻ ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ആലിലേൻ്റെ നെയിം റിവീലിംഗ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പേര് വിളിച്ചതിന് ശേഷം എനിക്ക് ബാക്കിയുള്ളവരടുത്ത് അത് റിവീൽ ചെയ്യുന്ന വഴി പേര് വെളിപ്പെടുത്താനായിരുന്നു നമ്മുടെ പ്ലാന്. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ആ സംഭവം എന്നുള്ളത്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡെലിവറി സ്റ്റോറീൻ്റെ എക്സ്പീരിയൻസ് വ്ളോഗ് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ അനിയത്തിൻ്റെ ചാനലിൽ ഡെലിവറി ഡേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അതിന് പുറകെയായിട്ട് വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് കൺസെപ്ഷൻ ജേണി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യുന്നതായിരിക്കും. കണ്ട ഇവൻ കുറച്ചായപ്പോൾ ഇവൻ ആളാകെ മാറി, ഇവൻ കരച്ചിലും കുഴപ്പും തുടങ്ങി. പക്ഷെ എന്നാലും എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയായിരുന്നു കേട്ടോ, അത്ര വലിയ കുഴപ്പമാക്കാത്തതുകൊണ്ട്. നമ്മൾ പാൽ കൊടുക്കലും പിന്നെ അതേപോലെ മോൻ്റെ പേരിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോനെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മാത്രമാണ് അവൻ തൊട്ടിൽ ഇത്ര എൻജോയ് ചെയ്ത് ആടിയിട്ടുള്ളത്. പിന്നെ അവൻ തൊട്ടിൽ കിടന്നത് ഭയങ്കര കുറവായിരുന്നു. കാരണം കോ സ്ലീപ്പിംഗ് ആണ് ഇഷ്ടം കൂടുതൽ. കാരണം പിന്നെ അടുത്തെപ്പെങ്കിലും എല്ലായ്പ്പോഴും ആൾക്കാർ വേണമെന്നില്ലതാണ്. തൊട്ടിലാകുമ്പോൾ ഭയങ്കര സ്പേസ് അല്ലേ, അപ്പോൾ ആരും അടുത്തില്ലാത്ത ഒരു ഫീലാണ്. അതുകൊണ്ട് എന്താ പറയണ്ടേ, അതിന് ശേഷം ഇവൻ തൊട്ടിൽ കിടന്നത് വളരെ ചുരുക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് നമ്മൾ അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ നെയിം റിവീലിംഗ് ചെയ്യുന്നത്. തൊണ്ടക്ക് പണി കിട്ടി ഗൈസ്. അപ്പം നിത്താൻ എന്നാണ് പേരിട്ടേക്കുന്നത്. നിത്താൻ അശ്വതി മിഥുൻ. അച്ഛൻ്റെ പേര് മാത്രം വേണ്ട, അമ്മേൻ്റെ പേരും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് ഫുൾ നെയിം. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാൻ പോയി. സദ്യക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 2 പായസം ഉണ്ടായിരുന്നു. ഇടിച്ച് കഴിച്ച പായസം എന്ന് പറയും, പിറന്നാളിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അമ്പലത്തിൽ കഴിപ്പിച്ചൊരു പായസം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ലാസ്റ്റ് നമ്മളെ അടപ്രഥമനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പേരി, ശർക്കര, അവിയൽ, പച്ചടി, ഓലൻ, സാമ്പാർ, പപ്പടം, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല സദ്യ തന്നെയായിരുന്നു. പുളിയിഞ്ചി എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പുളിയിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഫംഗ്ഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊന്നൊരു ഫംഗ്ഷൻ വരാനില്ല എന്നാലേക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്.
പക്ഷെ എന്നാലും വീണ്ടും ഒരു നല്ലൊരു ഫങ്ഷൻ നല്ല അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഉടനെ തന്നെ. സജഷൻസ് ഞാൻ മാനിച്ചുകൊണ്ട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. Till then, this is me, Ashwati Midun, signing off from Ajus Talkies. Take care, bye-bye.